ഹലോ ഗൈസ്, ഞാൻ ഡ്യുവൽ സ്റ്റഡീസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. BSc നഴ്സിങ്ങിനെ പറ്റി ജർമ്മനിയിൽ. അപ്പോൾ എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് മെസ്സേജ് ആയിട്ട് വന്നിരുന്നു. അപ്പോൾ എല്ലാവർക്കും ആൻസർ ചെയ്യുമ്പോൾ ടൈം ഒരുപാട് പോകും. അപ്പോൾ ഞാൻ ഓർത്തു ഒരു വീഡിയോ ചെയ്യാം, എന്നിട്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ ഡ്യുവൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 years ഉള്ള ഒരു ഡിഗ്രി കോഴ്സാണ്. ഹൗസ് ബിൽഡിംഗ് വരുന്നത് 3 years ആണ്. അപ്പോൾ രണ്ടിനും നമുക്ക് B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് ആവശ്യമാണ്. അപ്പോൾ നമുക്കിതിനെ പെട്ടെന്ന് മനസ്സിലാവാനായിട്ട് പറയാം. നാട്ടിലെ GNM ആണ് ഇവിടുത്തെ ഹൗസ് ബിൽഡിംഗ്. ഹൗസ് ബിൽഡിംഗ് ഒരു വൊക്കേഷണൽ ട്രെയിനിങ് ആണ്, അതൊരു ഡിഗ്രി ഒന്നുമല്ല. നമ്മൾ മിക്കവാറും 10th കഴിഞ്ഞിട്ടാണ് ജർമ്മനിയിലുള്ള ആൾക്കാർ ഹൗസ് ബിൽഡിംഗ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഡ്യുവൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ BSc നഴ്സിംഗ് ആയിട്ട് റിലേറ്റ് ചെയ്യാം. BSc നഴ്സിംഗ് പോലെ തന്നെയാണ് ഇവിടുത്തെ ഡ്യുവൽ സ്റ്റഡീസ്. അത് നമ്മൾ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്. ഹൗസ് ബിൽഡിംഗ് നമ്മൾ ചെയ്യുന്നത് ഷൂളയിലാണ്, സ്കൂളിലാണ് നമ്മൾ ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ഹൗസ് ബിൽഡിംഗ് ചെയ്യുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ്ങിന് പോകാനിരിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, നമുക്ക് 1 year കഴിഞ്ഞ് കഴിയുമ്പോൾ 1 year ഹൗസ് ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർക്ക് ഈ ഡ്യുവൽ സ്റ്റഡീസിന് കയറാവുന്നതാണ്. വീണ്ടും 4 years തന്നെ പഠിക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ 5 years ആവും. പക്ഷേ നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു യൂണിവേഴ്സിറ്റി ഡിഗ്രിയാണ് നഴ്സിംഗിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ ഈ ഹൗസ് ബിൽഡിങ്ങിനും അതുപോലെ തന്നെ ഡ്യുവൽ സ്റ്റഡീസിനും ഒരേ പേയ്മെന്റ് തന്നെയാണ് നമുക്ക് സ്റ്റൈഫൻഡ് കിട്ടുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്. സെയിം ഇതുപോലെ തന്നെ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർക്ക് ചെയ്യാം. അതുപോലെ തന്നെയാണ് ഹൗസ് ബിൽഡിങ്ങും ഡ്യുവൽ സ്റ്റഡീസും ആ കാര്യത്തിലെല്ലാം ഒരുപോലെ തന്നെയാണ്. പക്ഷെ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഡ്യുവൽ സ്റ്റഡീസ് ആണ് കഴിഞ്ഞ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാലറി എപ്പോഴും കൂടുതലായിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരു എഞ്ചിനീയറിംഗ്, അത് പോളിടെക്നിക്കും ഉണ്ട്, ബിടെക്കും ഉണ്ട്. അപ്പം ബിടെക് പഠിച്ചിറങ്ങിയ ആൾക്കാർക്കും കുറച്ചും കൂടി സാലറി കൂടുതൽ. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹയർ പൊസിഷനിലേക്കൊക്കെ മൂവ് ചെയ്യുന്നതിന് എപ്പോഴും ഓപ്പർച്യൂണിറ്റി കൂടുതലുള്ളത് ബിടെക് കഴിഞ്ഞുള്ള ഒരാൾക്കായിരിക്കും. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. പിന്നെ നമുക്ക് മാനേജ്മെന്റ് പൊസിഷൻസിലേക്ക് വർക്ക് ചെയ്യാനും ഈ ഡ്യുവൽ സ്റ്റഡീസ് കഴിഞ്ഞിട്ട് പറ്റും. അപ്പോൾ ഈ ഡ്യുവൽ സ്റ്റഡീസ് നമുക്ക് നഴ്സിംഗിന് മാത്രമല്ല ഉള്ളത്, വേറെ എല്ലാ കാര്യത്തിലും ഉണ്ട്. ഇപ്പോൾ HR മാനേജ്മെന്റ്, അല്ലെങ്കിൽ മെക്കാനിക്കൽ, അല്ലെങ്കിൽ ഇലക്ട്രോണിക്കർ, അത് ജർമ്മൻ വേർഡാണ്. അപ്പോൾ അതിലെല്ലാം നമുക്ക് ഈ ഡ്യുവൽ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ നമുക്ക് +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയി ഡ്യുവൽ സ്റ്റഡീസിനോട്ട് പോകാൻ പറ്റില്ല. നമുക്ക് +2 ഡയറക്റ്റ് ഹൗസ് ബിൽഡിംഗ് ചെയ്യാൻ പറ്റും. കാരണം അതിന് എന്താ പറയുക, അതൊരു പറഞ്ഞില്ല ഡിപ്ലോമയാണ്. ഇപ്പോൾ നാട്ടിൽ 10th കഴിഞ്ഞ് നേരെ ഡിപ്ലോമയ്ക്ക് പോകും. അതുപോലെ തന്നെയാണ് ഇവിടെയും ഹൗസ് ബിൽഡിംഗ് നമുക്ക് 10th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോകും. നമുക്ക് ഈ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്യുവൽ സ്റ്റഡീസിലായിട്ട് പോകാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ 12th ക്ലാസ് വരെയാണ് ഉള്ളത്. പക്ഷെ ഇവിടുത്തെ കുട്ടികൾ 13 ക്ലാസ് വരെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യണം, ആ ഒരു 1 year ഫില്ല് ചെയ്യണം. അപ്പോൾ ആ 1 year ഫില്ല് ചെയ്യാനാണ് ഒന്നില്ലെങ്കിൽ ഹൗസ് ബിൽഡിംഗ് 1 year കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് സ്റ്റുഡിയോ കൊളീഗ് ചെയ്യാം. നമ്മൾ എന്തായാലും B2 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചിട്ടാണ് ജർമ്മനിക്ക് വരാൻ പോകുന്നത്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1 year സ്റ്റുഡിയോ കൊളീഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഡ്യുവൽ സ്റ്റഡീസിലോട്ട് പോകാൻ പറ്റുന്നതാണ്. ജർമ്മനിയിൽ നമുക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിക്കും നാട്ടിൽ +2 കഴിഞ്ഞ് ചേരാൻ പറ്റില്ല. നമ്മളൊന്നില്ലെങ്കിൽ ഇതുപോലെ സ്റ്റുഡിയൻ കൊളീഗ് ചെയ്തിട്ടുണ്ടാവണം, അല്ലെങ്കിൽ നാട്ടിൽ ഏതെങ്കിലും +2 കഴിഞ്ഞ ഒരു ഡിപ്ലോമ ചെയ്തിട്ടുണ്ടാവണം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഡിഗ്രിക്ക് പോയിട്ട് ഡ്രോപ്പ് ഔട്ട് ആയിട്ടുണ്ടാവണം, ഒരു 1 year യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു എന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കാണിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ബാച്ചിലേഴ്സ് ഡിഗ്രി ജർമ്മനിയിൽ ചെയ്യാൻ പറ്റുള്ളൂ. അത് തന്നെയാണ് ഡ്യുവൽ സ്റ്റഡീസിലും വരുന്നത്. അതിലും ഇതുപോലെ നമ്മൾ ആ 1 year ഗ്യാപ്പ് ഫില്ല് ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് +2 കഴിഞ്ഞ് നമുക്ക് നേരിട്ട് ഡ്യുവൽ സ്റ്റഡീസിലോട്ട് കയറാൻ പറ്റില്ല എന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്യുവൽ സ്റ്റഡീസിന് എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അത് യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ ഡ്യുവൽ സ്റ്റഡീസ് ചെയ്യുന്നത്. നമുക്ക് പറഞ്ഞത് എനിക്ക് ഓർമ്മയില്ല. ഷൂളയിലാണ്, സ്കൂളിലാണ് ഹൗസ് ബിൽഡിംഗും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യാം ഡ്യുവൽ സ്റ്റഡീസിന് വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ഏജൻസി വഴി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു. ഏത് ഏജൻസി വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചാൽ എനിക്കറിയില്ല. നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കേണ്ടി വരും. പിന്നെ ഈ യൂണിവേഴ്സിറ്റി, എനിക്ക് തോന്നുന്നു ഈ ഏജൻസികൾ ഡ്യുവൽ സ്റ്റഡീസ് കുറവ് ചെയ്യുന്നതിന് ഒരു റീസൺ +2 കഴിഞ്ഞ് പോകാൻ പറ്റാത്തതാണ്. വേറൊരു റീസൺ എനിക്ക് തോന്നുന്നു, ഇവർക്ക് ഈ സ്കൂളുകളും അല്ലെങ്കിൽ ക്ലിനിക്കുകളുമായിട്ട് കോൺട്രാക്ട് ഉണ്ടാവും. ഞങ്ങൾ ഇത്ര കുട്ടികളെ കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ. അപ്പം യൂണിവേഴ്സിറ്റികളായിട്ട് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോൺട്രാക്ട് വയ്ക്കാൻ പറ്റാറില്ല. അതുകൊണ്ടായിരിക്കണം മേ ബി അവർ ഡ്യുവൽ സ്റ്റഡീസിന് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നമുക്ക് അതിനെപ്പറ്റിയുള്ള അറിവ് കുറവെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ഡ്യുവൽ സ്റ്റഡീസിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമ്മൾ ഇവിടെ ബാച്ചിലേഴ്സിനെല്ലാം അപ്ലൈ ചെയ്യാറില്ലേ? ഇപ്പോൾ ഇവിടെ ഉള്ളവരാണ് ഓൾറെഡി ഇവിടെ ഹൗസ് ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ജർമ്മനിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. നാട്ടിലുള്ളവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തനിയെ അപ്ലൈ ചെയ്ത് കിട്ടാത്തതിനുള്ള ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും ജർമ്മൻ പഠിക്കുകയാണ്, ഒരുപാട് കുട്ടികൾ കയറി വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സീറ്റ് കുറവായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഡയറക്റ്റ് ഹൗസ് ബിൽഡിങ്ങിന് അപ്ലൈ ചെയ്താലും കിട്ടാത്തത്.
പക്ഷേ ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എങ്ങനെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏജൻസി വഴി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഏജൻസി കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുവഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഡ്യുവൽ സ്റ്റഡീസ് തന്നെ പഠിക്കാൻ വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാവുന്നതാണ്. അവിടെയാണെങ്കിൽ ഫീസ് ഉണ്ട്, പക്ഷേ നമ്മൾക്ക് +2 കഴിഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് ഈ ഡ്യുവൽ സ്റ്റഡീസ് ചെയ്യാൻ പറ്റും. അങ്ങനെ പബ്ലിക്കിൽ വരുമ്പോഴാണ് ഫീസ് ഇല്ലാതെ യൂണിവേഴ്സിറ്റികളിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ ഡ്യുവൽ സ്റ്റഡീസ് അല്ലാതെ വേറെ കോഴ്സുകൾക്കൊക്കെ ഇപ്പം എഞ്ചിനീയറിംഗ്, അതുപോലെ അല്ലേ എഞ്ചിനീയറിംഗ്, മാനേജ്മെന്റ് അങ്ങനെയുള്ള കോഴ്സുകൾക്കും കുട്ടികൾ തനിയെ അപ്ലൈ ചെയ്ത് വരാറുണ്ട്. ഒരുപാട് കുട്ടികൾ തനിയെ അപ്ലൈ ചെയ്ത് വരാറുണ്ട്. അതുപോലെ നിങ്ങൾക്കും തനിയെ വേണമെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കാം. പിന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് ഹൗസ് ബിൽഡും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 1 ഇയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 ഇയറും കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആവുമെന്ന്. ആ ഒരു ക്വസ്റ്റ്യൻ്റെ ഉള്ള ആൻസർ എനിക്ക് അൺക്ലിയർ ആണ്. നമ്മൾ ഹൗസ് ബിൽഡും 3 ഇയേഴ്സ് പഠിച്ചു കഴിഞ്ഞ് 1 ഇയർ നമുക്ക് വൈറ്റർ ബിൽഡും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. പീഡിയാട്രി പോലെയുള്ള ഫീൽഡുകളിൽ അങ്ങനെ നമുക്ക് സ്പെഷ്യലൈസ് ചെയ്യാൻ പറ്റും. അതല്ലാതെ അത് ഡിഗ്രി ആവോ എന്നുള്ളത് എനിക്ക് അറിയില്ല. അത് വൈറ്റർ ബിൽഡിംഗ് സ്പെഷ്യലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇപ്പം നാട്ടിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിഗ്രി ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡ്യുവൽ സ്റ്റഡീസ് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഏജ് ലിമിറ്റ് വരുന്നത് 30 ഇയേഴ്സ് ആണ്. നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ, ജർമ്മനി വന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഏജ് ആണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഹൗസ് ബിൽഡിങ്ങോ ഡ്യുവൽ സ്റ്റഡീസോ ചെയ്യുന്നതിന് ഒരു പ്രശ്നമില്ല. പക്ഷേ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഏജ് ലിമിറ്റ് ഉണ്ട്. 30 അല്ലെങ്കിൽ 30 മുകളിലാണെന്നുണ്ടെങ്കിൽ വിസ റിജക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഏജ് ലിമിറ്റ് പറയുന്നത്. അങ്ങനെ ഇപ്പോൾ ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, ഡിഗ്രി ഡ്രോപ്പ് ഔട്ട് ആയിട്ടുള്ളവർക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നാട്ടിൽ +2 കഴിഞ്ഞ് ഡിപ്ലോമ ചെയ്തവർക്ക് മാത്രമല്ല, ഓൾറെഡി ഒരു ഡിഗ്രി ഉള്ളവർക്കും ഇവിടെ ഈ ഡ്യുവൽ സ്റ്റഡീസ് ചെയ്യാവുന്നതാണ്. ഹൗസ് ബിൽഡിങ്ങും ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ പിന്നെ ഡ്യുവൽ സ്റ്റഡീസിന് C1 ലെവൽ ജർമ്മൻ ലാംഗ്വേജ് റിക്വയർമെൻ്റ് ആയിട്ട് ചില ഏജൻസികൾ ചോദിക്കുന്നുണ്ട്. അത് ഓരോ ക്ലിനിക്കുകളെയും നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അതിപ്പോൾ ഹൗസ് ബിൽഡിങ്ങിനും C1 ചോദിക്കുന്ന ഒരുപാട് ക്ലിനിക്കുകളുണ്ട്, B1 ചോദിക്കുന്നവരുണ്ട്. അപ്പം അത് ഓരോ ക്ലിനിക്കുകളെയും അവരുടെ യൂണിവേഴ്സിറ്റിനെയും ഷൂളേനെയും എല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു B2 ലെവൽ മിനിമം പഠിച്ചിട്ട് നമ്മൾ ഡ്യുവൽ സ്റ്റഡീസിന് അതുപോലെ തന്നെ ഹൗസ് ബിൽഡിങ്ങിനും ട്രൈ ചെയ്യാനാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഞാൻ എല്ലാം ഇൻക്ലൂഡ് ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരാം. ജർമ്മനിയിലെ പല കോഴ്സുകളെ പറ്റിയും ഞാൻ ഇനിയും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ അപ്പോൾ ബൈ.